പി സദാശിവത്തെ ഗവർണറായി നിയോഗിക്കുമ്പോൾ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ബി.ജെ.പി. കേരള ഘടകവും മനസ്സിൽ കണ്ടിരുന്നു. എന്നാൽ ചില ചോദ്യങ്ങൾ ചോദിക്കാനല്ലാതെ പിണറായി വിറപ്പിക്കാനൊന്നും അദ്ദേഹത്തിനായില്ല. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതോടെ എല്ലാ കളിയും മാറി. ശരിക്കും പിണറായിക്കൊത്ത നേതാവ് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. രണ്ടുപേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നു വന്നത്. വെട്ടൊന്ന് മുറി രണ്ട് എന്നാണ് രണ്ടുപേരുടെയും ശൈലി. പിണറായിയിൽ നിന്ന് ഭിന്നനായി എഴുത്തുകാരൻ, സാമൂഹിക പ്രവർത്തകൻ എന്ന പേരുകൂടിയുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ഗവർണറാണെന്ന് മാധ്യമങ്ങൾ എഴുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പാവകളെപ്പോലെയോ മൗനി ബാബകളെപ്പോലെയോ ഇരിക്കുന്ന ഗവർണർമാരുടെ കൂട്ടത്തിലല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. വന്നിറങ്ങിയ നാൾ മുതൽ ജനകീയതയുടെ വഴിയിലാണ്. സത്യപ്രതിജ്ഞയ്ക്ക് അല്പം പോലും അറിയാത്ത മലയാള ഭാഷ തിരഞ്ഞെടുത്ത ഗവർണർ തെല്ലൊന്നുമല്ല സംവിധാനത്തെ സന്ദേഹത്തിലാക്കിയിട്ടുണ്ടാവുക. ഇതിനു മുൻപ് കഴിഞ്ഞുപോയ 21 ഗവർണർമാരും ഇപ്പറഞ്ഞ ചട്ടത്തിന് വിരുദ്ധമായി ചിന്തിച്ചില്ല. ഇത്രയും കാലമായി ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഉത്തരേന്ത്യക്കാരനായ ഗവർണർ ഇപ്പോൾ മലയാളം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ വിരുന്നിനായി ഗവർണർ അങ്ങോട്ട് ചെല്ലുക വഴിയും അദ്ദേഹം സൃഷ്ടിച്ച പുതുമയും വേറിട്ടതായി. റോഡിലും കാണാം ഇടയ്ക്കിടെ ആരിഫ് ഖാൻ ടച്ചുള്ള പെരുമാറ്റം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഗവർണറെ സെക്യൂരിറ്റി ഇടപെട്ടാണ് കാറിൽ കയറ്റിയത്. വിസ്മയ എന്ന പെൺകുട്ടി സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം ആ വീട് സന്ദർശിച്ചു, ഉപവാസമിരുന്നു. അതുപോലെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിലടക്കം സംസ്ഥാന സർക്കാരിനോട് പൊരുതി. കേരളത്തിന് ഒരു ഗവർണർ ഉണ്ടെന്ന് പുറം ലോകം അറിയുന്നതും ഒരുപക്ഷെ ഇപ്പോഴാകും. സംസ്ഥാന സർക്കാരുമായി ഉടക്കുമ്പോഴും നല്ല കാര്യങ്ങളിൽ അവരെ അഭിനന്ദിക്കാനും ഖാൻ മറന്നില്ല. ഇടയ്ക്ക് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പേന സമ്മാനിച്ചതും വലിയ വാർത്തയായിരുന്നു. എന്നാൽ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ തനി കേരള വിരുദ്ധനുമല്ല അദ്ദേഹം. എവിടെയൊക്കെ കേരളത്തെ പ്രൊമോട്ട് ചെയ്യാൻ അവസരം കിട്ടുന്നുവോ അവിടെയൊക്കെ ഖാൻ അത് ചെയ്യാറുമുണ്ട്. അദ്ദേഹം 2 ആഴ്ച മുൻപ് ഡൽഹിയിൽ നടത്തിയ ഒരു പ്രസംഗം നോക്കുക. ഇന്ത്യക്കാർ മുഴുവൻ കേരളീയരെ കണ്ടു പഠിക്കണം. നോർത്ത് ഇന്ത്യയുടെ കാര്യമെടുക്കൂ. ഹിന്ദുവിന് ഒരു ഭക്ഷണം, മുസ്ലിമിന് മറ്റൊരു ഭക്ഷണം. ഹിന്ദുവിന് ഒരു വസ്ത്രം, മുസ്ലിമിന് മറ്റൊന്ന്. ഹിന്ദുവിന് ഒരു ഭാഷ, മുസ്ലിമിന് മറ്റൊരു ഭാഷ. എന്നാൽ കേരളത്തിൽ എല്ലാവർക്കും ഭക്ഷണം, വസ്ത്രം, ഭാഷ എല്ലാം ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു പ്രസക്ത ഭാഗം ഇതായിരുന്നു. ഫലത്തിലിപ്പോൾ കേരളത്തിൻ്റെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവായും വളർന്നിരിക്കുകയാണ് ഗവർണർ ഖാൻ. ഇപ്പോൾ സർവകലാശാലകളിലെ രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് ചാൻസലർ പദവി വിട്ടുകൊടുക്കാമെന്ന രേഖാമൂലം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഞെട്ടിച്ചിരുന്നു. ഗവർണർക്ക് ചാൻസലർ പദവി നൽകിയത് തന്നെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഒഴിവാക്കാനാണ്.